ഇടുക്കി ചിന്നക്കനാൽ ഉൾപ്പെട്ട മൂന്നാർ ഡിവിഷനിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി നടപ്പായില്ല. പ്രത്യേക പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് മൂന്നാർ DFO 2022 2 കോടിയോളം രൂപ ചിലവ് വരുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാനശല്യത്തിൽ മരണപ്പെട്ടിട്ടുള്ള ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പ്രദേശത്തിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയാണ് 2022 മൂന്നാർ DFO ആയിരുന്ന രാജു കെ ഫ്രാൻസിസ് തയ്യാറാക്കി നൽകിയത്. ആദിവാസി മേഖലകൾ ഉൾപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളടക്കം സുരക്ഷിതമാക്കുകയായിരുന്നു പദ്ധതി. 1,41,00,000 രൂപ ചിലവ് വരുന്ന സോളാർ ഫെൻസിംഗ് സിംഗകണ്ഠം മുതൽ ചെമ്പകത്തോട് കൂടി വരെ 8.5 കിലോമീറ്ററും 80 ഏക്കർ കോളനിയിൽ 5 കിലോമീറ്റർ ദൂരത്തിലും പന്തടിക്കളത്ത് 3.2 ദിഡീർ നഗറിൽ 1 കിലോമീറ്ററും ബിയൽറ മുതൽ ദിഡീർ നഗർ വരെ 3.8 കോഴിപ്പന്നക്കുടിയിൽ 0.5 ഉൾപ്പെടെ 21 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് തീർത്ത് ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുകയായിരുന്നു പദ്ധതി. ഇതിൽ പന്തടിക്കളം കോളനിയിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ബാക്കിയുള്ള ഭാഗം ടെൻഡർ നടത്തിയോ എന്നതുപോലും വ്യക്തമല്ല. ശാസ്ത്രീയ പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി തോട്ടം തൊഴിലാളികൾ ഉറക്കമില്ലാതെ രാത്രികാലത്ത് ആഴികൂട്ടി ജീവിതം തള്ളി നീക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ വനംവകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കും. എന്നാൽ ഇവയൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ചിന്നക്കനാലിൽ കാട്ടാന പ്രതിരോധത്തിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.